ഇത് അവൻ മരിച്ച് 3-ാം ദിവസം ഉയർത്ത് വന്നേക്കുന്നതാണെന്ന് അവിടെ വെച്ച് തല്ലിക്കൊന്നു. മൃതദേഹം ഇവിടെ റോഡ് സൈഡിൽ ഇട്ടുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് എടുത്തു കഴിഞ്ഞപ്പം അതിനകത്ത് ഒരു അനക്കം കണ്ടു കയ്യിൽ. ആ പയ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ ചുറ്റും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കണ്ടു എന്ന് പറഞ്ഞു. അവൻ്റെ ബോഡി ഇത് ചെയ്തതും കാരണം എനിക്കത് അധികം പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺട്രവേഴ്സി ആകും. കാരണം പലരും ഇവിടെ 2000 വർഷമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും മതാചാര്യം പറഞ്ഞു എന്നോട് പറഞ്ഞു ഇനി മിണ്ടിപ്പോയിരുന്നു ആരോടും. അത്രമാത്രം വലിയൊരു വാണിംഗ് എനിക്ക് തന്നെ. ഈ മതത്തെ ഇങ്ങനെ ഇതുപോലെ ആൾക്കാരുടെ ഉള്ളിൽ ഇങ്ങനെ വിഷം കുത്തി വെച്ച് അവരെ അകറ്റി എന്നിട്ട് അത് കഴിഞ്ഞ് വോട്ട് രാഷ്ട്രീയം അതിന് വേണ്ടിയുള്ള കളിയാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. എനിക്ക് സാറ് പറഞ്ഞൊരു കാര്യം ഭയങ്കര ഇഷ്ടമായി. അതായത് പണം വരുന്നത് കണ്ണീര് പോലെയും ചെലവാക്കുന്നത് വേർപ്പ് പോലെയാണ്. ആദിവാസികളുടെ കൂടെ ഞാൻ ജീവിച്ചിട്ടുണ്ട് മാസങ്ങളോളം അവരെ പറ്റി പഠിക്കാനൊക്കെ. അവരുടെ ഭക്ഷണം കഴിക്കാറ് പാമ്പിനെ കഴിക്കുമായിരുന്നു. നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് വെറും 5%. ബാക്കി 95% സ്പിരിച്വലാണ്, ആത്മീയ തലമാണ്. ഒരു സോംബിയായിട്ട് തീരുക ബോഡി. ചുടല പറമ്പുകളിൽ ജീവിക്കുകയും അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ തലയോട്ടിയിൽ ആ രക്തമാണ് അവർ കുടിക്കുന്നത്. മറ്റേ കത്തിക്കാൻ കൊണ്ടിട്ട് ശരീരം അവർ കഴിക്കുന്നത്. ഏലിയൻസ് ശരിക്കുണ്ട്. യേശു അങ്ങനെ ഒരാളാണ്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു സംരംഭകനാണ്, അതിലുപരി ഇന്ത്യ കോമൺവെൽത്ത് നാഷൻ ട്രേഡ് കമ്മീഷണർ, അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകൾ, ഏത് ബിസിനസ്സിലും തൻ്റേതായ വ്യത്യസ്തമായ ഒരു മുഖമുദ്ര പതിപ്പിച്ച, സമൂഹത്തിൽ ഒരുപാട് വ്യത്യസ്തമായ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ആളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം ഡോക്ടർ വർഗീസ് മൂലൻ സാർ. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ മൂലൻസ് ഗ്രൂപ്പിൻ്റെ MD, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അറിഞ്ഞിരുന്നത്. അപ്പോഴാണ് ഒരു AI വീഡിയോ കണ്ടത്. അത് കണ്ടപ്പോഴാണ് ഇതിൻ്റെ സാറിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ ബിസിനസ് തുടങ്ങുന്നത് ചെറുപ്പത്തിലെ അച്ഛൻ്റെ ഇതെല്ലാം കണ്ടുപഠിച്ചിട്ടാണ് വന്നേക്കുന്നത്. അന്നത്തെ കാലത്ത് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിലെ ചെറിയൊരു കടയിൽ സാധനങ്ങൾ തൂക്കി കൊടുക്കുക, അതിൻ്റെ ഒപ്പം പഠിക്കുക, ഇതൊക്കെ ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് നമുക്ക് പോവാം. ഇപ്പം നമുക്ക് സൂപ്പർ മാർക്കറ്റുകൾ ഒരുപാട് ഫെസിലിറ്റികളൊക്കെ ഉണ്ട്. അന്നൊരു നാടിൻ്റെ ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലെ ചെറിയൊരു കടയായിരിക്കും. അന്നത്തെ ചുറ്റുപാട് എങ്ങനെയായിരുന്നു സാറിന്? ഈ പറഞ്ഞാൽ വളരെ ശരിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാം എല്ലാവരും ഈ നാട്ടിൽ എന്ന് വെച്ചാൽ അങ്കമാലിലാണ് ഞങ്ങൾ ജനിക്കുന്നത്. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂപ്പന്മാരുടെ കാലം തുടങ്ങിയിട്ട് ഞങ്ങൾ ഈ നാട്ടിൽ ഉണ്ട്. ഏകദേശം 100-300 കുടുംബങ്ങൾ ഏകദേശം ഈ എറണാകുളം, തൃശ്ശൂർ, ആ ജില്ല ഇതിനകത്തുണ്ട്. അപ്പോൾ അവിടെയുള്ള കുടുംബങ്ങളെല്ലാം ഇങ്ങനെ പടർന്ന് പോയവരാണ്. പിന്നെ മറ്റുള്ളവരെല്ലാം മറ്റൊരു വിവാഹ ബന്ധത്തിലും മറ്റുള്ള കുടുംബങ്ങളുമായിട്ടെല്ലാം ബന്ധങ്ങളുണ്ട്. അപ്പോൾ പഴയ ആളുകൾക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അറിയാവുന്ന ഒരു ഇതാണ്. പ്രത്യേകിച്ചൊക്കെ പിന്നെ അതുപോലെ ബന്ധങ്ങൾ ഇതല്ലാണ്ട് പിന്നെ കൃഷിയുടെ ഒരു കണക്ഷനിൽ ഒരുപാട് ഇതുണ്ട്. 1960 ശരിക്കും അപ്പൂപ്പൻ കട തുടങ്ങുന്നത്, പലചരക്ക് കട. അപ്പോൾ അന്ന് തുടങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സ് വന്ന് പോകുന്നവരും വന്ന് തുടങ്ങി അന്ന് മുതലുള്ളവരും പരിചയമുണ്ട്. അതിനകത്തെല്ലാവരും അങ്ങനെ ഒരു ഇതുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു വീട്ടിലിപ്പോൾ അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അറിയാലോ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയമാണെന്ന്. അപ്പോൾ ഉടനെ ഒരു വീട്ടിലൊരു വിരുന്നുകാർ വന്നു. അപ്പോൾ അവർക്ക് ഉടനെ അത് അറിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വീടുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ടുവരും, അവിടെ കൊണ്ടുവന്ന് ഷെയർ ചെയ്യും. ഒരു സഹകരണം, ഭയങ്കരമായ സഹകരണം. അതെന്ന് വെച്ചാൽ ഒരു നാട് മുഴുവൻ ഒറ്റ ഇതെന്നുള്ളത് അന്നത്തെ കാലഘട്ടം വെച്ച് നോക്കണേ. അന്ന് ആ കാലഘട്ടം കംപ്ലീറ്റ് മാറി. ഇത് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും രാഷ്ട്രീയക്കാരാണ് ഈ വിഭാഗീയത കൊണ്ടുവന്നത്. ഈ മതത്തെ ഇങ്ങനെ ഇതുപോലെ ആൾക്കാരുടെ ഉള്ളിൽ ഇങ്ങനെ വിഷം കുത്തി വെച്ച് അവരെ അകറ്റി എന്നിട്ട് അത് കഴിഞ്ഞ് വോട്ട് രാഷ്ട്രീയം അതിന് വേണ്ടിയുള്ള കളിയാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. തീർച്ചയായിട്ടും കാണുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. കാരണം ചെറുപ്പത്തിൽ ഞങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോൾ ജീവിച്ചിരുന്ന രീതികൾ കാണുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായിട്ടും ഇന്നത്തെ കുട്ടികളാണെങ്കിൽ ശരിക്കും വീട്ടിൽ നിന്ന് പുറത്തിറക്കി കഴിഞ്ഞാൽ നേരെ എയർ കണ്ടീഷൻഡ് കാറിലേക്ക് അല്ലെങ്കിൽ ബസ്സിലേക്ക് കയറ്റിക്കൂടെ എയർ കണ്ടീഷൻ സ്കൂളിൽ ഇറക്കും. അവിടെ തിരിച്ച് നേരെ ഒന്നിലെ ട്യൂഷൻ സെൻറ്റർ അല്ലെങ്കിൽ തിരിച്ച് വേറെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഒന്നിൽ മൊബൈൽ അല്ലെങ്കിൽ TV. അതിൽ കൂടുതൽ വേറെ ഒരു അറിവ്, ഒരു എക്സ്പോഷർ നമ്മുടെ കുട്ടികൾക്കില്ല. വെയിലും യാതൊരു എക്സ്പോഷറും ഇല്ല കുട്ടികൾക്ക്. ഞങ്ങളാണെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് മഴ നനഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. മഴ നനഞ്ഞ് ഇങ്ങനെ നടക്കുക മഴക്കാലത്ത്. ഇത് മഴ നനഞ്ഞ് ഉടനെ പനി പിടിക്കും.
മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് ഓടി തട്ടി വീഴും, കാലും ചോര വരും, ഇതെല്ലാം വരും. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എന്ത് രോഗം വന്നാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതാണ്. ചെറിയൊരു ഇതുപോലെ പുറത്തിറങ്ങുമ്പോൾ മോനെ ഷൂടായിട്ട് ഇറങ്ങരുത്, മുറ്റത്തേക്ക് ഇറങ്ങരുത് എന്നാണ് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണേ. തീർച്ചയായിട്ടും. അപ്പോൾ ഇതെല്ലാം പ്രകൃതി തന്നെ നമുക്ക് എതിരായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. കാരണം നമ്മൾ ചെളിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ഇതിനകത്ത് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഒരു ഇതാണ്, ഒരു എന്താ പറയുന്നത്, ബയോ റോബോട്ടിക്കാണ് നമ്മുടെ ശരീരം. ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചെളിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ഈ ഇതിൽ നിന്നും എർത്തിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെരുപ്പ്. അതുപോലെ കല്ലും മുള്ളും ചവിട്ടുമ്പോൾ കാലിൻ്റെ അടിയിൽ ഒരുപാട് അതിൻ്റെ എന്താ പറയുന്ന അക്യുപങ്ക്ചറിന് പറ്റി ഇതിനുള്ള സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഈ കല്ലുമ്മ ചവിട്ടുമ്പോൾ ഇതെല്ലാം ചവിട്ടുമ്പോൾ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പ്രഷറൈസ്ഡ് ആവാണ്. പ്രകൃതി അത്ര ക്ലിയർഡായിട്ടാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്, വിരൽ കൈയിൻ്റെ ഉള്ളിലും കാലിൻ്റെ അടിയിലെല്ലാം. പക്ഷേ ഇത് ചെരുപ്പിട്ടേ പുറത്തിറങ്ങാമെന്ന് പറയുമ്പോൾ അതെല്ലാം കുട്ടികൾക്ക് ഇല്ലാതാവണം. ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടികൾക്ക് ആ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് അതുപോലെ വീട്ടിൽ വഴക്കും മറ്റേതെല്ലാം നമുക്ക് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് എവിടെ പോയാലും എങ്ങനെ പോയാലും എന്ത് സാഹചര്യം വന്നാലും അതിജീവിക്കാനുള്ള ഒരു കഴിവ് ഞങ്ങൾക്കുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇന്ന് അങ്ങനെയല്ല. സ്കൂളിൽ ഇച്ചിരി മാർക്ക് കുറഞ്ഞോ ഉടനെ ആത്മഹത്യ, ഉടനെ എന്തെങ്കിലും ഇത് ചെയ്താൽ വീട്ടിൽ ഇതിൽ വഴക്ക് കുറഞ്ഞോ ഉടനെ വേറെ ഇറങ്ങിപ്പോവുക. എന്നിട്ട് അവരുടെ തന്നെ ജീവിതം എവിടെ പോകുന്നേ? ഇന്നത്തെ ഈ കുട്ടികളുടെ ഏറ്റവും വലിയ കുറവ് ഇതാണ്. ശരിക്കും അടിച്ചു വേണം കുട്ടികൾ വളർത്താൻ. ഞാൻ പറയുന്നു സ്കൂളിൽ പഠിക്കാനുള്ളത് കൊടുക്കണം. കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യാൻ ഇത് ചെയ്യരുത്, അത് ശ്രദ്ധിക്കുക. എനിക്ക് സാറ് പറഞ്ഞൊരു കാര്യം ഭയങ്കര ഇഷ്ടമായി. അതായത് പണം വരുന്നത് കണ്ണീര് പോലെയും ചെലവാക്കുന്നത് വേർപ്പ് പോലെയാണ്. സാറൊരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. വളരെ കറക്റ്റായിട്ടുള്ള കാര്യം. വരാൻ സാധ്യതകൾ വളരെ കുറവാണ്. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് എല്ലാ ഒരുപക്ഷെ എൻ്റെ അത്രയും വേറെ ഒന്നരികില്ല ഇത്തൻ്റെ അത്ര അനുഭവം പക്ഷേ ഒരുപക്ഷെ വളരെ ചുരുക്കം പേർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവനും യാത്ര ചെയ്ത് ലോകം മുഴുവനും യാത്ര ചെയ്ത് എല്ലാ അങ്ങേയറ്റം വരെ ഏറ്റവും ടോപ്പിലും ഏറ്റവും താഴ്ന്ന ലെവലിലൊക്കെ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. ആദിവാസികളുടെ കൂടെയൊക്കെ ഞാൻ ജീവിച്ചിട്ടുണ്ട് മാസങ്ങളോളം, അവരെ പറ്റി പഠിക്കാനൊക്കെ ആയിട്ട്. ഒറീസയിലെ ഗോണ്ട്വാന എന്ന് പറയുന്ന സ്ഥലത്ത് സൗര ആദിവാസികളുടെ 79-80 അപ്പൊ അന്ന് എഴുതിയത്, അന്ന് അവരെ പറ്റി ഞാൻ എന്നിട്ട് അവരെ പറ്റി പഠിച്ച് ഞാൻ എഴുതിയായിരുന്നു. ഏതാണ്ട് എന്നിട്ട് അത് മനോരമ ഒരു നരവംശ ശാസ്ത്ര പ്രബന്ധമാണ് എഴുതിയത്, ആന്ത്രപ്പോളജിക്കൽ തീസിസാണ് എഴുതിയത്. അപ്പോൾ അത് മനോരമയിൽ അതിനകത്ത് വർഷത്തിൽ ഒരു 9 ആഴ്ചയായിട്ട് തുടർച്ചയായിട്ട് നമ്മുടെ നാട്ടിൽ കുറേ നാലാന്തരം പൗരന്മാരെന്നും പറഞ്ഞിട്ട് ഇത് പ്രസിദ്ധീകരിച്ചു വന്നത്. ശരിക്കും ആ 70s എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഡെവലപ്മെന്റ്സ് ഇല്ലാത്തൊരു ടൈമാണ്. ഇല്ല, ഇപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ 2000 ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലാണ് കൂടുതൽ അത്രയുണ്ട്. പിന്നെ അതുപോലെ മെട്രോപൊളിറ്റൻ സിറ്റികൾ മറ്റേ ചെന്നൈ, ഡൽഹി, ബോംബെ ആ ഒരു രീതിയിൽ മറ്റുള്ള ഇടത്ത് ഇപ്പോഴും ആ ഒരു ചെറിയ ഉൾഗ്രാമങ്ങളിലേക്ക് പോയ 2000 വർഷം മുമ്പ് എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത് അതേ മെന്റാലിറ്റിയിൽ തന്നെയാണ് ഇപ്പോഴും അവർ ജീവിച്ചിരിക്കുന്നത് സമൂഹത്തിൽ. അന്ന് സാറ് ആ ട്രൈബ്സിന്റെ കൂടെ താമസിക്കുമ്പോൾ ഉണ്ടായ അനുഭവം എന്തായിരുന്നു? അവരുടെ ഭക്ഷണം കഴിക്കാറ് പാമ്പിനെ കഴിക്കുമായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇത് ചെയ്യുമ്പോൾ മറ്റേ മാഹുവ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. മാഹുവ എന്ന് പറഞ്ഞൊരു മരമുണ്ട്, മരത്തിൻ്റെ ഇതിൻ്റെ കായ അവർ കൊണ്ട് തിളപ്പിച്ച് ആ സാധനം അത് അവർ കഴിക്കുമായിരുന്നു. അതായിരുന്നു അവർ നമ്മുടെ കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഇതാണ്. അപ്പോൾ ഈ ഇതല്ല കുരങ്ങന്മാരെല്ലാം ഇങ്ങനെ കാണാൻ കിക്കായിട്ട് ഇങ്ങനെ നടക്കുന്ന ആനയും ഇതെല്ലാം കൂടെ അത് കഴിച്ച് അവർ ഇത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ്. മനുഷ്യർ കഴിക്കുന്നത് പോലെ തന്നെ ആ ഒരു ഇൻടോക്സിക്കേഷൻ അവർ മൃഗങ്ങൾക്കും കിട്ടുന്നത്, അവർക്കും താല്പര്യമാണ്. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യത്തിലേക്ക് കൂടി കിടക്കണം. സാറ് കോളേജ് പഠനകാലത്ത് സ്പോർട്സിലും എല്ലാത്തിലും ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. ആ ടൈമിൽ സാർ എന്താവാനായിരുന്നു ആഗ്രഹം? എൻ്റെ അടുത്ത സ്റ്റെപ്പ് ഞാൻ ആരായിരിക്കും? ഒരു ബിസിനസ് മാനാണോ, അല്ലെങ്കിൽ സ്പോർട്സിലാണോ, കലാപരമായിട്ടാണോ? എന്തായിരുന്നു അന്ന് മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം? ഒരു ഡോക്ടർ, ശരിക്കും പറഞ്ഞാൽ കോളേജ് പഠനകാലത്തെല്ലാം ഒരു ഡോക്ടറാവണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ കുറച്ച് പഠിക്കുകയെല്ലാം ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോയി നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കംപ്ലീറ്റ് കാഴ്ചപ്പാട് മാറിപ്പോയത്. ആ സമയത്തും സാറ് ഈ പറയുന്ന പോലെ ജോലികൾ ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട്? കുറച്ച് ഇതിനകത്ത് കോളേജ് പഠിക്കുമ്പോഴും കുറച്ച് അന്ന് കളികളും കുറച്ച് ഇതിനകത്ത്. അതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഐക്കഫിൻ്റെ ഓൾ ഇന്ത്യ കാത്തലിക് ഫെഡറേഷൻ്റെ പിന്നെ എറണാകുളം റീജിയൻ സെക്രട്ടറി ആയിരുന്നു. ഓ, ആ ടൈമിൽ കോളേജിൽ പഠിക്കും യൂണിവേഴ്സിറ്റി ലെവലിൽ. ഓക്കെ ഓക്കെ ഓക്കെ. ബാല്യത്തിന് ചുള്ളിക്കാട് അവരൊക്കെ കൂടെ എന്ന് വെച്ചാൽ നമ്മൾ കാവ്യ ഇതെല്ലാം അതിനെല്ലാം പങ്കെടുക്കുമായിരുന്നു. എല്ലാ തിരികടെയും ഉണ്ടായിരുന്നു. ജീവിതം ആസ്വദിച്ചിട്ടുണ്ട്. ലൈഫിൽ ഒരു വലിയൊരു ചേഞ്ച് വരുത്തിയത് ഒരു അറബിയെ കണ്ടുപിട്ടിയപ്പോഴാണെന്ന് അതിൽ കണ്ടായിരുന്നു. അത് അറബിയെ കണ്ട്, അതായത് ഞാനിപ്പം ഇവിടെ കമ്പനിയിൽ നമ്മുടെ സന്തോൾ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിൽ മാർക്കറ്റിങ്ങിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം
ആദ്യം ഇതിനകത്ത് അത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ പാർട്സ് മാനുഫാക്ചറിങ് ആയിരുന്നു ആ കമ്പനി ഡൽഹിയിൽ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ജോലി ചെയ്തിരുന്നത് മറ്റേ ചെന്നൈയിൽ. അപ്പോൾ അവിടുത്തെ സെക്രട്ടറി അവിടെ സരോജ് ഗോയങ്കയുടെ പ്രൈവറ്റ് സെക്രട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഓണറിൽ. അപ്പോൾ അവരെ കാണാൻ വന്നിരുന്ന അങ്ങനെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആൾക്കാർ വരുമായിരുന്നു. കാണുന്ന പണ്ടത്തെ നാട്ടുരാജാക്കന്മാർ, വ്യവസായ പ്രമുഖന്മാരൊക്കെ. അപ്പോൾ അവരെ കാണാൻ വന്നപ്പോൾ ഇവരെ അവിടെ വന്ന് താമസിച്ചപ്പം എന്നെ കണ്ട് അത് ഇഷ്ടപ്പെട്ടതായിരിക്കാം. അപ്പോൾ അവർ പറഞ്ഞു വരുന്നു എന്ന് ചോദിച്ചു, ഡൽഹിക്ക് വരുന്നു എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞാൻ അവിടെ ഡൽഹിയിലേക്ക് ജോലിക്ക് പോകുന്നത് ഇവരോട് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ മുഴുവൻ അപ്പം ഇന്ന് അംബാസഡർ പിന്നെ അങ്ങനെയുള്ള കുറച്ച് വണ്ടികൾ, അംബാസഡർ, പ്രീമിയർ പത്മിനി, മഹീന്ദ്രജി, അങ്ങനെ കുറച്ച് വണ്ടികളുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാം ഓട്ടോമൊബൈൽ അതിൻ്റെ ഹാൻഡിൽസും ലോക്സും ഇവരാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ഒറിജിനൽ പാർട്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ കാറുകൾ ഇന്ത്യയിൽ ഓടുന്നുണ്ട് അവിടെയൊക്കെ വർക്ക്ഷോപ്പുകളിൽ ഈ സാധനം ആവശ്യമുണ്ട്. അപ്പോൾ അവിടെയുള്ള സ്പെയർ പാർട്സ് ഷോപ്പുകളിലെല്ലാം ഇത് എത്തിച്ചു കൊടുക്കേണ്ടതിൻ്റെ ടോട്ടൽ ഇൻചാർജ് എനിക്കായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ത്യ മുഴുവനും യാത്ര ചെയ്യേണ്ട ഒരു ഇത് വന്നു, ഏജൻസികൾ ഓൾ ഓവർ ഇന്ത്യ. അല്ലേ, സന്യാസി ജീവിതം നയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് ബുദ്ധമതത്തിൻ്റെ അവിടെ പോയിട്ട് ഞാൻ കുറച്ച് നാൾ അവിടെ ഇത് ചെയ്തായിരുന്നു ഇതേപ്പറ്റി പഠിക്കാനായിട്ട്. അവിടെ നിന്നൊക്കെ സാറിന് എന്താ കിട്ടിയേക്കുന്നത്? ഇങ്ങനെ ആ ഒരു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ശരിയായ രീതിയിൽ, കാര്യം എനിക്കത് അധികം പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺട്രവേഴ്സി ആകും. കാരണം പലരും ഇവിടെ വിശ്വസിച്ച് 2000 വർഷമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇതൊക്കെ വിട്ടു പറയാനായിട്ട് കുറച്ച് പലരുടെ വിശ്വാസങ്ങൾ വ്രണപ്പെടുത്തുന്നത്. അല്ല, അന്നും പറയാൻ പറ്റിയില്ല. ഇന്ന് കുറച്ചും കൂടെ പറയാം. അന്ന് പറഞ്ഞാൽ നേരെ ഔട്ടാണ്. പിന്നെ വേറെ പിന്നെ ഇതിനകത്ത് അത്ര ഒരു എനിക്ക് വാണിംഗ് എല്ലാം കിട്ടിയിട്ടുണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഇത് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന്, അതിൻ്റെ വേറെ തലത്തിലാണ് എന്ന് പറയുമ്പം അതിനകത്ത് പലർക്കും അത് ആ വിശ്വാസത്തിന് ഒരുപാട് ബുദ്ധിമുട്ട് വരും. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് തെളിയിച്ചു വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ പ്രപഞ്ചത്തിൻ്റെ, അത് വിഷ്വൽ ആൻഡ് നോൺ വിഷ്വലായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ വെറും 5% മാത്രമാണ് നമ്മുടെ ദൃശ്യപ്രപഞ്ചമുള്ളൂ എന്ന്. അതായത് നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് വെറും 5%. ബാക്കി 95% സ്പിരിച്വലാണ്, ആത്മീയ തലമാണ്. ആ ഒരു ആത്മീയ തലത്തിലേക്ക് നമുക്ക് ഇവോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ആ തലത്തിലേക്ക്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ധർമ്മം, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതായിരിക്കണം. അത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എവിടെയും പോയി അല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്, നമ്മുടെ ഉള്ളിലേക്ക്. യേശു പറഞ്ഞിട്ടുണ്ട്, നോക്കൂ ഇതാ ദൈവരാജ്യം നിന്നിൽ തന്നെയാണ്. ആ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളും അത്യുന്നതൻ്റെ പുത്രന്മാരുമാണ്. ബൈബിളിൽ പറഞ്ഞേക്കുന്ന കാര്യമാണ്. അത് യേശുവിൻ്റെ ഇതിനകത്ത് എത്തിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ അതിങ്ങനെ തലമുറകളിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷനും വ്യാഖ്യാനങ്ങളും എല്ലാം തിരിഞ്ഞു പറഞ്ഞ് വേറെ രീതിയിലേക്ക് വന്നു. തീർച്ചയായിട്ടും ആദിമ ക്രിസ്ത്യാനികളെല്ലാം യേശു പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ജീവിക്കുകയെല്ലാം ചെയ്തത്. പക്ഷേ 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ വന്ന് പുള്ളിയുടെ കണ്ടീഷനിലേക്ക് ബൈബിൾ എഴുതി ഇതിനകത്തെല്ലാം തിരിച്ചു നിന്ന് കാര്യങ്ങൾ കംപ്ലീറ്റ് തിരിഞ്ഞു പറഞ്ഞു. പിന്നെ എല്ലാ രീതിയിലായി കാര്യങ്ങൾ. സാർ ഇപ്പോൾ ഒരുപാട് യാത്ര ചെയ്തേക്കുന്നതാണ്, ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പല പല സാഹചര്യങ്ങൾ പലരെ അടുത്ത് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. മറക്കാൻ പറ്റാത്തൊരു കണ്ടുമുട്ടൽ ആരാണെന്ന് ഓർമ്മയിലുണ്ടോ? ഇപ്പോഴും മെമ്മറിയിൽ ഇരിക്കുകയല്ല, എൻ്റെ ജീവിതത്തെ തന്നെ അട്ടിമറിച്ച ഒരു കണ്ടുമുട്ടൽ അലിഗഡിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അവിടെ ഈ പറഞ്ഞ സന്തോൾ ഇന്ത്യ കമ്പനിയുടെ ഓട്ടോമൊബൈൽ പാർട്സ് മാനുഫാക്ചറിങ് കമ്പനിയുടെ ഫാക്ടറി അലിഗഡിലാണ്. അത് ഇന്ത്യയിലുള്ള എല്ലാ ലോക്ക് ഫാക്ടറി അന്വേഷിച്ച് നോക്കി അറിയാം, എല്ലാത്തിൻ്റെ കേന്ദ്രം അലിഗഡാണ്. അലിഗഡ് യൂണിവേഴ്സിറ്റി ആ അലിഗഡിലാണ് നടന്നത്. ഇപ്പോൾ ആ ഫാക്ടറിയിൽ ഞാൻ ജോലിക്ക്, ഇപ്പോൾ അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം അവിടെ എൻ്റെ കീഴിൽ അവിടെ ഇത് ചെയ്യുന്നത്, അപ്പോൾ ഈ ലെയ്ത്ത് തൊഴിലാളികളുണ്ട്. അതിലൊരാളിങ്ങനെ ആൾക്കാർ പറഞ്ഞത്, അവന് അവിടെ നമ്മുടെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറ്റുള്ളൊരു ഇത് കുറച്ച് നാൾ അവൻ വന്ന് കമ്പനിയിലുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 1-2 ആൾക്കാരിങ്ങനെ വന്ന് പറഞ്ഞത് അവൻ മരിച്ച് 3-ാം ദിവസം ഉയർത്ത് വന്നേക്കുന്നതാണെന്ന്, അവിടുത്തെ വന്നേക്കുന്നതാണെന്ന് കുറച്ച് തൊഴിലാളികൾ എന്നോട് പറഞ്ഞു. ഞാനിതിങ്ങനെ ഇത് വിശ്വസിച്ചില്ല. എന്നിട്ട് പതുക്കെ അവനെ സൂത്രത്തിൽ അറിഞ്ഞു. ഇതിനകത്ത് പതുക്കെ അവനുമായിട്ടൊന്ന് അടുത്ത് കാര്യങ്ങളൊക്കെ അത് അറിഞ്ഞ് അപ്പോഴാണ് അവനെ പതുക്കെ ഓരോ കാര്യങ്ങൾ അവന് ഇതിനകത്ത് പറഞ്ഞത്. അതായത് അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിഗഡിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു പെൺകുട്ടിയായിട്ട്, വേറെ മതത്തില്ല, പെൺകുട്ടിയായിട്ട് അവൻ പ്രണയത്തിലായിരുന്നു. ഇത് ഇവളുടെ ആങ്ങളമാർ, ഒരു ഇച്ചിരി പ്രമാണിമാരായിരുന്നു അവളുടെ ആങ്ങളമാർ.
അവർ കണ്ടുപിട്ടി ഇവൻ അവിടെ ചെന്ന സ്ഥലത്ത് ഇവരെ എല്ലാം കൂടെ പിടിച്ചു. ഇവനെ അവിടെ വെച്ച് തല്ലിക്കൊന്നു, വടികൾ കൊണ്ട് അത് അടിച്ചു കൊന്ന് മൃതദേഹം ഇവിടെ റോഡ് സൈഡിൽ ഇട്ടുകൊണ്ട് പോകും. അപ്പോൾ അത് പോലീസ് അങ്ങനെ അറിഞ്ഞിട്ട് അത് ജസ്റ്റ് മോർച്ചറിയിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് അവർ പിറ്റേ ദിവസം, അത് ശനിയാഴ്ചയാണ് അതായിരുന്നു. എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ഹോളിഡേ ഹോസ്പിറ്റലില്ല, തിങ്കളാഴ്ച എന്നിട്ട് ഈ ഡെഡ് ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് എടുത്തു കഴിഞ്ഞപ്പം അതിനകത്ത് ഒരു അനക്കം കണ്ടു കയ്യിൽ. കഴിഞ്ഞപ്പോൾ ആൾക്കാർ അത് ഞെട്ടി ഇതെല്ലാം ചെയ്ത് ഉടനെ ആ ഡോക്ടറെ വിളിച്ച് കൊണ്ടുവന്ന് ഡോക്ടർ വന്ന് വിളിച്ച് ഇതെല്ലാം കൊടുത്ത് സർജറി മറ്റേ റാപ്പിഡ് ഹാർട്ട് ഇതെല്ലാം കൊടുത്ത് പിന്നെ ഇതെല്ലാം ഇത് കൊടുത്ത് പുള്ളിക്കാരെ ഉയർത്ത് പതുക്കെ വന്നു. അങ്ങനെ വന്ന് അവനാണ് ആ ജോലിക്കാരൻ. ആ പയ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ ചുറ്റും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കണ്ടു എന്ന് പറഞ്ഞു. അവൻ്റെ ബോഡി ഇത് ചെയ്തതും അപ്പോൾ ഇവൻ്റെ കൂടെ തന്നെ മറ്റേ പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ബോഡി അവർ എടുത്തുകൊണ്ട് പോകണതെല്ലാം ഇവൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇവൻ്റെ ബോഡി അവിടെ ഇട്ടു. എന്നിട്ട് ബോഡി ഒന്ന് റോഡ് സൈഡിൽ കൊണ്ടുവന്ന് ഇവൻ കാണുകയാണ്. ബോഡി എന്നിട്ട് ഭയങ്കര ഇത് അത് ശരിക്കും അതേപ്പറ്റി കറക്റ്റായിട്ട് അതിനകത്ത് എഴുതണം. അത് ഇത് ചെയ്ത് എന്താ ഇതെന്ന് വെച്ച് ഞാൻ ഇതേപ്പറ്റി ഒരാളോട് പറഞ്ഞു, ഒരു മെയിൻ ഒരാളോട്, ഒരു മതാചാര്യോട്, അത് ഞാൻ ആരാന്ന് പറയില്ല, മതാചാര്യം പറഞ്ഞു എന്നോട് പറഞ്ഞു ഇനി മിണ്ടിപ്പോരുന്നു പറഞ്ഞു ആരോടും. അത്രമാത്രം വലിയൊരു വാർണിംഗ് എനിക്ക് തന്നെ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് മരിച്ചാൽ പിന്നെ വരില്ല, ജീവിക്കില്ല, മരുന്നൊക്കെ പറയുന്നതാണ് അതിനകത്തൊരു ഇത്. പക്ഷേ എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ആഴത്തിലേക്ക് ഇതേപ്പറ്റി പഠിക്കുമ്പോഴാണ് ഇതേപ്പറ്റി കൂടുതൽ മനസ്സിലാകുക. ഇതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഇന്ത്യയിലുള്ള മറ്റേ ഡെഡ് ബോഡി ദഹിപ്പിക്കുന്നതെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ് അറിയില്ല. എന്തുകൊണ്ടാണ്? ആചാരത്തിന്റെ ഭാഗം. അതൊക്കെ ആചാരമൊക്കെ വന്ന പിന്നെയാണ്. അതിന് മുമ്പ് എന്താണ് നമ്മുടെ യോഗിക് സംസ്കാരം ഉണ്ടായിരുന്നതിന് മുമ്പ് വേദകാലത്ത് യോഗിക് സംസ്കാരം ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും ധ്യാനവും മറ്റേ ഈ രീതിയിലും ഇതുമായിരുന്നു. അപ്പോൾ ഈ യോഗിക് സംസ്കാരത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഷ്യസ്, സൂപ്പർ കോൺഷ്യസ്, നമ്മുടെ ആ പ്രജ്ഞയാണ് നമ്മുടെ ശരീരത്തെ അവർ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രജ്ഞ വെച്ചിട്ട് ഈ ശരീരത്തെ ഫുൾ കൺട്രോൾ ചെയ്യുമ്പം എപ്പം മരിക്കണം, എങ്ങനെ മരിക്കണം എന്നെല്ലാം തീരുമാനിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. ഈ ബോഡി എന്ന് ശരിക്കും ഒരു ക്യാരിയിങ് ആണ്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏറ്റവും നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയിലെ മറ്റേ രഥത്തിലൂടെ പോകുമ്പോഴാണുള്ളത് ഇതിനകത്ത് പറഞ്ഞു കൊടുക്കണേ, കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കണേ. ആ രഥത്തെ മാത്രം നമ്മുടെ മനസ്സിൽ ചിന്തിച്ച ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതായത് നമ്മുടെ കുതിരകൾ വലിച്ചുകൊണ്ട് പോകുന്നു, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ. ആ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് തേരാളി അർജുനൻ അല്ലേ? അത് നമ്മുടെ ബോധമനസ്സ്. ആ ബോധമനസ്സിന് അതിന് ഡിറക്ഷൻ കൊടുക്കുന്ന ശ്രീകൃഷ്ണൻ അതിനകത്ത് എടുത്ത് കൊടുക്കുന്നു. അതാണ് നമ്മുടെ പ്രജ്ഞ. അപ്പോൾ ആ പ്രജ്ഞ ശരിയായ രീതിയിൽ ശ്രീകൃഷ്ണന് ഇതിൻ്റെ കറക്റ്റായിട്ട് നിയന്ത്രണം കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയായ വഴിയിലൂടെ കൊണ്ടു നടക്കും. അതല്ല അർജുനൻ തന്നെ വേറെ വഴിക്കിടക്ക് പോകുമായിരുന്നെങ്കിൽ വേറെ വഴിക്കിടക്ക് പോയി തോന്നുന്ന രീതിയിലെത്തും. അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ മരിച്ചു കിടക്കുന്ന ബോഡിയിലേക്ക് ഈ പ്രജ്ഞയ്ക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു കയറാം. അപ്പോൾ ആ തിരിച്ച് കയറുമ്പം ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് അത് റോട്ടണാണ്, ആ ബോഡി റോട്ടൺ ആയിട്ടുണ്ടെങ്കിൽ അത് ആ ബോഡിയിലോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ശരിയായ രീതിയിൽ ജീവിക്കാനോ ഇവിടുത്തെ ഭൂമിയിലെ കാര്യങ്ങൾ ഭൗതികമായിട്ട് ജീവിക്കാനോ പറ്റില്ല. അപ്പോൾ അത് ശരിക്കും എന്തെന്നാ ഒരു സോംബി എന്ന് പറയുന്നൊരു ഇതുണ്ടോ? സോംബി എന്ന് പറയുന്ന പല സ്ഥലത്തുകൊണ്ട് കേട്ടാണ്. ഒരു സോംബിയായിട്ട് തീരും ആ ബോഡി. ആ പ്രജ്ഞ തിരിച്ച് ശരീരത്തിലേക്ക് കയറാതിരിക്കാനാണ് ശവദാഹം, ശവം കത്തിച്ച് കളയുന്നത്. അതാണ് ഇപ്പോൾ ആചാരമായിട്ട് ഇന്ത്യയിൽ വരുന്നത്. അല്ലെങ്കിൽ ജനിച്ചു എല്ലാവരും പുനർജനിച്ചു വരും. ഈവൺ ഇപ്പം അതുപോലെ തന്നെ ആസ്ട്രൽ പ്രൊജക്ഷൻ ഇപ്പോഴത്തെ ഒരു ഫാഷനാണ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. അതിനകത്തൊരു ഭയങ്കര ഡേഞ്ചറസ് ഉണ്ട്, അറിയാമോ? അതായത് ഓരോരുത്തരും ഇങ്ങനെ അബോധ അവസ്ഥയിൽ ഇങ്ങനെ ഇത് കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അവർ ഉയർന്ന് വേറെ രാത്രിയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കും, പല സ്ഥലത്തേക്കും പോകും, മാറിപ്പോകും, ഇങ്ങനെ യാത്ര ചെയ്യും. ആസ്ട്രൽ ഒരു സിൽവർ കോഡ് ഇവിടുത്തെ പോകുമ്പോൾ ഒരു ലിങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരിങ്ങനെ മറ്റേ സ്ഥലത്തേക്ക് പോകുമ്പം ഇങ്ങനെ ഈ മരിച്ചിങ്ങനെ കറങ്ങി കിടക്കുന്ന അരൂപികളുണ്ട്, പ്രജ്ഞകൾ, അവർ ചെന്നാൽ ശരീരത്തേക്ക് കയറും, പിന്നെ മറ്റൊരു തിരിച്ച് കയറാൻ പറ്റാണ്ട് വരും. ഇതൊക്കെ ഞാൻ ഇതിന്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ മറ്റേ അക്കോരികളെ പറ്റി കേട്ടിട്ടുണ്ടോ? അതായത് ശവം മറ്റേതിനകത്ത് ചുടല പറമ്പുകളിൽ ജീവിക്കുകയും അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ തലയോട്ടിയിൽ ആ രക്തമാണ് അവർ കുടിക്കുന്നത്, മറ്റേ കത്തിക്കാൻ കൊണ്ടിട്ട് ശരീരം അവർ കഴിക്കുന്നത് അഖോരികൾ.
അവരെന്ന് വെച്ചാൽ ഇതിനെ ബേസ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അവരെന്ന് വെച്ചാൽ ഈ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര നമ്മൾ സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് നേടിയവരാണ്. പശുവിനെ കൊന്ന് ഇതെല്ലാം കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇറച്ചിയിൽ നമ്മൾ ഫുഡ് എന്നാൽ സ്പൂൺ ഫോർക്ക് ഉപയോഗിച്ചാൽ കഴിക്കുള്ളൂ. അതാണ് നമ്മുടെ പിന്നെ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. മറ്റൊരു സംസ്കാരമില്ല. പക്ഷെ നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള തലം പോയി കഴിഞ്ഞാൽ ഇതൊന്നും യാതൊരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമല്ല അത്. ഇത് ശരിക്കും ഒരു ആത്മീയ തലത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മൾ ഈ കാണിക്കുന്ന സംസ്കാരം ഒന്നുമല്ല. ഈ പറയുന്നത് യാതൊരു അർത്ഥമില്ലാത്ത കാര്യമാണ്. ഒന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ. ഒന്ന് അലൈൻമെൻറ്റ്, ഇതിൻ്റെ ബോഡി മൈൻഡ് സ്പിരിറ്റ്, ഈ മൂന്നും കൂടെ അലൈൻമെൻറ്റ് കൃത്യമാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തെ ആകെ ഉൾക്കൊള്ളിക്കുന്ന എൻകോംപാസിങ് ഓൾ യൂണിവേഴ്സ് അതിനകത്തേക്ക് പാമ്പ് വരും, പട്ടി വരും, മനുഷ്യർ വരും, എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക, ജീവിതത്തിൽ സുഹൃതമുണ്ടാകുക. യേശു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്, ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് നീ മറ്റുള്ളവർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ ഇതിൻ്റെ അടിസ്ഥാന ഇതിനകത്ത് ഈ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാന തത്വം. അതെന്തുമാത്രം നമ്മൾ ചെയ്യണ്ട്. അത് മറ്റവനെ ഇവനെ കൊന്ന് അതെല്ലാം വലിച്ച് ഞാൻ ഇത് ചെയ്യണം, അത് എനിക്കുള്ളത് സ്വയം ഇല്ലാതാക്കിയിട്ട് സ്വയം എന്താ പറയുക താഴ്ത്തി നിസ്സാരനാക്കിയിട്ട് മറ്റുള്ളവർക്ക് നമ്മളിത് കൊടുക്കുന്നതാണോ അത് ചെയ്യുന്നത് ഇവിടെ ചെയ്ത് വിധിക്കുന്ന ഒരു തലമാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമ്മളാ ചെയ്യുന്ന അങ്ങനെ മറ്റുള്ളവരുടെ ഇതിൽ നിന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഒരു പട്ടിക്ക് നമ്മൾ മനുഷ്യർക്ക് തന്നെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഒരു പട്ടിക്ക് നമ്മളൊരു ഇത് കൊടുക്കുന്നു, വിശന്ന് പോകുന്ന പട്ടിക്ക് ഒരു ഇതിട്ട് തീറ്റ കൊടുക്കുന്നു. അത് ആ പട്ടി അത് തീറ്റ കഴിഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്ന് നമ്മൾ നോക്കും, ഇല്ലേ, ഒരു കൃതജ്ഞതാപരമായിട്ട് നോക്കും. ആ കോൺഷ്യസും നമ്മുടെ കോൺഷ്യസുമായിട്ട് ഇതിനകത്തൊരു ലിങ്ക് അവിടെ വരും. അതൊരു സുഹൃതമായിട്ട് നമ്മുടെ ഇതിൽ വരും. ഇങ്ങനെയുള്ള ഗ്രേസ് മാർക്കുകൾ ഒരു മനുഷ്യന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രേസ് മാർക്കായിട്ട് നമ്മുടെ പ്രജ്ഞയിൽ പ്രഫുല്ലമാകുക. അങ്ങനെ മിനിമം ഒരു ഗ്രേസ് മാർക്ക് കിട്ടിയാൽ മാത്രമേ അടുത്ത തലത്തിലേക്ക് നമുക്ക് മരിച്ചു കഴിയുമ്പോൾ അടുത്ത തലത്തിലേക്ക് അങ്ങ് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് പോയില്ലെങ്കിൽ 5th ഡയമെൻഷനിൽ ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്ലോക്കാവും. അവിടെ ബ്ലോക്കായി തിരിച്ച് വീണ്ടും അടുത്തതിന് ഒരു മനുഷ്യനാകാം, പട്ടിയാകാം, പൂച്ചയാകാം, പന്നിയാകാം, പാമ്പാകാം, തിരിച്ച് വീണ്ടും ആ കോൺഷ്യസ് തിരിച്ചു വരാം. ഇങ്ങനെ ആയിരക്കണക്കിന് ജന്മങ്ങൾ ഇതുവരെ ഇങ്ങനെ മാറി മാറി വരുന്നവർ ഉണ്ട് എന്നാണ് ആ ഒരു രീതിയിലേക്ക് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഏലിയൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏലിയൻസ് ശരിക്കുണ്ട്. ഏലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തലത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നുമല്ല. ഇതിനകത്ത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ ഏതായാലും 40,000 കോടി നമ്മുടെ ഗാലക്സിയിൽ മാത്രം 40,000 കോടി നക്ഷത്രങ്ങൾക്ക് ഇതുപോലെ ഹാബിറ്റബിൾ സാറ്റലൈറ്റ്സ് ഉണ്ട്. നമ്മുടെ ഇതുപോലെയുള്ള ഗ്രഹങ്ങൾ 40,000 കോടി നക്ഷത്രങ്ങൾ ഇവർ ഏകദേശം അത്രയും ഉണ്ട് നമ്മുടെ ഇതിൽ മാത്രം, നമ്മുടെ ഗാലക്സിയിൽ മിൽക്കി വേ എന്ന് പറയുന്ന നമ്മുടെ ഗാലക്സി മാത്രം. പിന്നെ അതുപോലെ നമ്മുടെ സാജിറ്റേരിയസും പിന്നെ മറ്റുള്ള വേറെ ഒരുപാട് മറ്റേ ഇതുണ്ട് ഗാലക്സിയിലുണ്ട്. അവിടുത്തെ ഒന്നും പറഞ്ഞാൽ കണക്കില്ല. ഇതിനകത്ത് നമ്മുടെ ഗാലക്സി മാത്രം നോക്കി അതിനകത്ത് ഈ ഗാലക്സികൾ ഇത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,00,000 ലൈറ്റ് ഇയർ ഡയമീറ്ററുള്ള ഈ നമ്മുടെ ഗാലക്സി ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയേക്കുന്നത് കൃത്യമാണൊന്നുമില്ല. ഇതിനകത്ത് ഏകദേശം 3,00,000 കോടി നക്ഷത്രങ്ങളിൽ ഉള്ള ഒരു നക്ഷത്രം സൂര്യൻ. ആ സൂര്യൻ്റെ ഇതിലേക്ക് 9 ഇതിനകത്ത് ഒരു ചെറിയൊരു ഇതാണ് ഭൂമി. ആ ഭൂമിയുടെ ഇത്രയും വലിയ ഭൂമിയുടെ ചെറിയൊരു ഭാഗത്താണ് നമ്മളിരിക്കണേ, അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കണത് നമ്മളാണ് ഈ പ്രപഞ്ചത്തിന്റെ ഓണർ, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്നിട്ട് നമ്മൾ മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ ആൾക്കാരെന്ന് പറയുന്നത്. അത്രയും വലിയ വിഡ്ഢിത്തരം ഈ ലോകത്തുണ്ടോ, ഈ പ്രപഞ്ചത്തിലുണ്ടോ? ഇവിടെ നമ്മുടെ ഈ ഭൂമിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അനറോബിക് മാത്രം, അതായത് ഇവിടെ ആദ്യം ജീവിച്ചിരുന്ന ജീവികൾക്ക് ഓക്സിജൻ മാരകമായിട്ടുള്ള വിഷമായിരുന്നു, അറിയാമോ? ഇപ്പോഴും അതെ. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റ് അന്യഗ്രഹങ്ങളിൽ നിന്ന് വന്ന മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സാധനമുണ്ട് നമ്മുടെ എല്ലാ കോശത്തിൽ. ആര് വെച്ച് ഇത് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാൻ പോലും നമുക്ക് അർഹതയില്ല. അത്രമാത്രം നമ്മുടെ അറിവ് വളരെ ഇതാണ്. ആ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് അത് നമ്മുടെ കോശത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഓക്സിജനെ, അതായത് നമ്മുടെ ഇതിനെ
ഈ ഓക്സിജനെ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ ഇതിനകത്ത് സെല്ലിനെ ഡെവലപ്പ് ചെയ്യാവുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ. അതുപോലെ എവല്യൂഷൻ, ഡാർവിൻ്റെ എല്ലാവരും കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് എവല്യൂഷനകത്ത് ഒന്നുമല്ല ഇതിനകത്ത്. ഇത് ശരിക്കും ഇതിനകത്ത് ആ ഒരു ബേസിക് ആയിട്ടുള്ള ഏകകോശ ജീവിയിൽ നിന്നിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് ചിലർ ആ സാഹചര്യം അനുസരിച്ച് ഇപ്പം നമ്മൾ ഇവിടെ ജീവിക്കുന്നു, ഇവിടെ ഒരു ഏകകോശ ജീവിയായിട്ട് നമ്മളിവിടെ വന്നു. അപ്പോൾ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഇപ്പം നമുക്ക് തന്നെ ഇത് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, നീ എന്തെന്നാ ആകുലം വാങ്ങുന്നതിന് നിൻ്റെ ഒരു മുടി 1 ഇഞ്ച് പോലും നീട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ഒരു അണുക്കളിൽ പോലും നമ്മളെ ചിന്തിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതെല്ലാം നമ്മളറിയാതെ തന്നെ നമ്മളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്നു. നമ്മളിപ്പോൾ ആഹാരം കഴിച്ച് ഇതെല്ലാം കഴിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നു, കഴിക്കുന്നു. ആ കഴിയുമ്പോൾ നമ്മളിപ്പോൾ എന്താ കഴിക്കുന്നത്? പാലാണ് കഴിച്ചിരിക്കുന്നത് എന്തായിരിക്കാം. പാല് കഴിച്ചാൽ ഉള്ളിൽ ആ പാല് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് എൻസൈമാണ് വേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ശ്വസിക്കുന്നു, ഉള്ളിലേക്ക് വായു ചെന്നു. ആ ചെന്ന വായുവിനെ എങ്ങനെ കാർബൺ ഡയോക്സൈഡിൽ നിന്ന് മാറ്റി ഫിൽട്ടർ ചെയ്ത് ഉള്ളിലേക്ക് എടുത്ത് ബ്ലഡിലൂടെ ഓരോ സെല്ലിലേക്ക് എത്തിച്ച് അതിനകത്തേക്ക് ആഗിരണം ചെയ്യപ്പെടുമെന്ന് നമുക്ക് എന്തൊരു കൺട്രോൾ ഉണ്ട് അതിൽ? എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ? ഉള്ളിൽ എന്തെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് ആഹാരം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വിശക്കുന്നേ എന്നൊരു തോന്നൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കും. നമ്മുടെ ജീവിക്കാനുള്ള സാഹചര്യം പ്രകൃതി നമ്മൾ ഇവിടെ ഇതായതുകൊണ്ട് നമുക്ക് ഇതാണ് നമ്മളുടെ സാഹചര്യം. നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രകൃതിദത്തമായുള്ള സാഹചര്യം. അത് നമ്മൾ അന്റാർട്ടിക്കയിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. പെൻഗ്വിൻ്റെ ഒരു ഇതുപോലെയാണ് ആ ഒരു ജീവിയായിട്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ വരുമ്പോൾ അയ്യോ പറ്റില്ല, തണുപ്പിലേക്ക് പോകണം. നമുക്കിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവല്യൂഷൻ, നമ്മുടെ ഉള്ളിലുള്ള കോസ്മിക് എവല്യൂഷൻ, അതാണ് ഏറ്റവും ഇതിനകത്ത് വന്നേക്കുന്നത്. നമ്മുടെ കോൺഷ്യസ് എവല്യൂഷനാണ് ശരിക്കും നമ്മുടെ ഉള്ളിൽ സെൽ തലത്തിലാണ്, കോശ തലത്തിലാണ് നമ്മുടെ എവല്യൂഷൻ നടക്കുന്നത്. അതിനനുസരിച്ച് വേണ്ട രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ള DNA ഡെവലപ്പ് ചെയ്യുന്നു. ആ DNA ഇപ്പം ഈ ഹയർ തലങ്ങളിലുമായിട്ട് എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിയായ ഇതേപ്പറ്റി അറിയണമെങ്കിൽ ഇപ്പോൾ ഐൻസ്റ്റൈൻ വലിയ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ (mc²) ഒരുപാട് ഇത് കണ്ടുപിടിച്ചു, റിലേറ്റീവ് തിയറി മറ്റെല്ലാം കണ്ടുപിടിച്ചു. പുള്ളി പറഞ്ഞെന്താണ് ശരിക്കും വെച്ചാൽ എനിക്ക് കുറച്ചെന്ന് വെച്ചാൽ വിയേർഡ് തോട്ട്സ് കിട്ടി. അത് വിചിത്രമായി എനിക്ക് ചില ചിന്തകൾ എനിക്ക് കിട്ടി. ഓട്ടിസ്റ്റിക് ആയിരുന്നു, ചെറിയ രീതിയിൽ പുള്ളി ഇതായിരുന്നു ചെറുപ്പത്തിൽ. എന്നിട്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുകയാണ്, പുള്ളീനെ വീട്ടിലൊക്കെ ഇരുത്തിയാണ് പഠിപ്പിച്ചത്. സ്കൂളിൽ പിള്ളേരുമായിട്ട് അത് ചെയ്യാൻ പറ്റണം. പക്ഷേ പുള്ളിയുടെ ഇത് ആ ചിന്തകൾ മറ്റേത് ഇവിടുത്തെ ഇതുമായിട്ട് മോട്ടോർ നെർവും സെൻസറി നെർവുമായിട്ട് പുള്ളിക്ക് കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ പുള്ളിയുടെ കോൺസെൻട്രേഷൻ പുള്ളിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് മറ്റുള്ള വൈബ്രേഷണൽ ലെവലുമായിട്ട് ഫ്രീക്വൻസി ആയിട്ട് കൂടുതൽ ലിങ്കാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് പുള്ളിക്ക്. അങ്ങനെയുള്ള മിക്കവാറും ശാസ്ത്രജ്ഞന്മാർ മിക്കവാറും ഇത് ചെറിയൊരു ഇതായിരിക്കും. ഏത് ശാസ്ത്രജ്ഞരെ എടുത്താലും ചെറിയൊരു ഇവിടുത്തേതനുസരിച്ച് ചെറിയൊരു ഇതുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിൻ്റെ ഫ്രീക്വൻസി ഇവിടുത്തെ തലവുമായിട്ട് കൃത്യമായിട്ട് പോകുന്ന രീതിയിലല്ല. അവരുടെ എന്ന് വെച്ചാൽ ഇതിനേക്കാൾ ഹയർ ഡയമെൻഷനായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ്. എഡിസൺ അതുപോലെ തന്നെയാണ്. വീട്ടിൽ എഴുതി കൊടുത്തിട്ടു ഇവന് പഠിക്കാനായിട്ട് ഒരു കഴിവുമില്ല, അതുകൊണ്ട് ഇവനെ നമുക്ക് ഈ സ്കൂളിന് വേണ്ട എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നിട്ട് ടീച്ചറിൻ്റെ അമ്മയുടെ കയ്യിലാണ് കൊടുത്തേ. അമ്മ ഇത് വായിച്ച് അമ്മ കണ്ണീര് ഇങ്ങനെ. പക്ഷെ മോനെ കാണിക്കാണ്ട് പറഞ്ഞു, മോനെ നിൻ്റെ ഭയങ്കര കഴിവാണ്, നിന്നെ ഇതിനെ കുറേയും കൂടെ ഇതായിട്ടുള്ള സ്ഥലത്ത് വേണം പഠിപ്പിക്കാൻ എന്നാ ടീച്ചർ പറഞ്ഞത്, ഇതിനെപ്പറ്റി ഭയങ്കര ഹൈ ഇതായിട്ടാണ് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞ് അമ്മ ആ മകനെ പഠിപ്പിച്ചു. അവിടെ പഠിപ്പിച്ചതനുസരിച്ച് അവർ ഡെവലപ്പ് ചെയ്ത് ഭയങ്കര ഒത്തിരി കണ്ടുപിടുത്തങ്ങളും ഇതെല്ലാം നടത്തി ലോകം അറിയുന്ന ഏറ്റവും വലിയ വൺ ഓഫ് ദ സയൻറ്റിസ്റ്റ് ആയി തീർന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഈ ലെറ്റർ അമ്മയ്ക്ക് ടീച്ചർ എഴുതിയ ലെറ്റർ പുള്ളി കാണുന്നത്. ആ എഴുത്തന്ന് അവൻ കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു എഡിസൺ എന്നൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ നമ്മളെ ഇപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാവരും കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യം, തൊഴുതുപോയ കാര്യം, പലരും കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇതിങ്ങനെ ആവണമെന്ന്. നമ്മുടെ റോക്കറ്ററി സിനിമയുടെ ഒരു സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് 60ഓളം കുട്ടികൾക്ക് ഒരു ഹൃദയ ചികിത്സ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് ഇപ്പോഴും കോൺടാക്റ്റിലുണ്ടോ? പിന്നെ അവരുമായിട്ട് ഇതിനകത്ത് നമ്മൾ ഇതുണ്ട്, കോൺടാക്റ്റ് ഇതുണ്ട്, നമ്പേഴ്സും ഉണ്ട്. പക്ഷെ നമ്മൾ അവരെ അധികം എൻ്റർടൈൻ ചെയ്യാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വന്നിട്ട് അവർ പലരും സാധനങ്ങളും കൊണ്ട് വന്ന് ഇത് ചെയ്ത് ഇവിടെ സാമാനം കൊണ്ട് ഇവിടെ വരും, മറ്റേ അവിടെ നിന്ന് ഒത്തിരി ഇതെല്ലാം പാട് കഴിച്ച് ഇവിടെ സഹായിക്കും, ഇത് നന്ദിയുമായി വീണ്ടും പറഞ്ഞു. ഞാൻ പറഞ്ഞത് വേണ്ടായിട്ട് ആവശ്യമില്ല, കാര്യം അത് ചെയ്ത് സ്നേഹം കൊണ്ട് വരുന്നത്. പക്ഷെ അത് ബുദ്ധിമുട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഒരു മനുഷ്യനോടാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ആ ഒരു ഇന്നൊരു വ്യക്തി എന്നുള്ള രീതിയിലല്ല. സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചെയ്തത് നമ്മുടെ 204ാമത്തെ പ്രോജക്റ്റാണ് ചെയ്തത്. ആദ്യമായിട്ട് ഇത് ചെയ്യുന്നത് ചെന്നൈ മറ്റേ അവിടുത്തെ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ അവിടെയുമായിട്ടാണ് ചെയ്തത്.
അപ്പം അത് കഴിഞ്ഞ് രണ്ടാമത് ചെയ്യുന്നത് ഇവിടെ അമൃതയായിട്ടാണ് ചെയ്തത്. അപ്പം മൂന്നാമത് ചെയ്തത് ലിസി ഹോസ്പിറ്റലാണ് ചെയ്തത്. 261 കുട്ടികളുടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സിനിമയുടെ വിജയമായിട്ട് വന്നത്. അപ്പോൾ ആ വിജയം അങ്ങനെയാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 കുട്ടികളുടെ ആസ്റ്റർ ഹോസ്പിറ്റലായിട്ട് നടത്തി അതിനത് കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞപ്പം വീണ്ടും ഇപ്പോൾ നമ്മുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് വീണ്ടും 40 ഓൾറെഡി ഇപ്പോൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 40 കുട്ടികളുടെ ഹാർട്ട് സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും കുറച്ചൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം പ്രശ്നം വരാണ് ഉടനെ തന്നെ അപ്പോൾ എല്ലാവരും പറയുന്നത്, കർത്താവേ എനിക്ക് ആ പ്രശ്നമൊന്ന് മാറ്റി തന്നാൽ ഞാൻ അവിടെ കൊണ്ടുപോയി 2 കോടി ഇത്ര രൂപ ഇത് ചെയ്തോളാം, നാളെ നേർച്ച നേർന്നോളാം എന്ന് പറയുന്നത് അല്ലേ. ഒരു കണ്ടീഷൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഞാനതല്ല, ഞാൻ ഒന്നിച്ച് ചെയ്യുന്ന അതല്ല. ഞങ്ങൾ എന്തെങ്കിലും ഒരു ഭയങ്കര പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ വേറെ ഒരു ചാരിറ്റി ഡിക്ലെയർ ചെയ്യാണ്. ഉടനെ ഈ ഒരു ഇൻറ്റൻഷൻ വെച്ച് കഴിഞ്ഞിട്ട് കുറേ പേർക്ക് ഒന്നില്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര ഹാർട്ട് സർജറി അല്ല അതുപോലത്തെ വേറെ എന്തെങ്കിലും അത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് വിഷമിക്കുന്ന ആരെങ്കിലും പെട്ടെന്നൊരു ഇത് ചെയ്യുക, വീട് ഇപ്പം ജപ്തി ചെയ്യാൻ പിന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ആ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കണം എന്ന് പറയും. എന്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇതിനകത്ത് വേണ്ടി പോകണം. ഓക്കെ, ആ പ്രാർത്ഥന ആത്മാർത്ഥമായിരിക്കും. നിലനിൽപ്പിന് വേണ്ടിയിട്ട് കാലിട്ട് അടിച്ചവർക്ക് നമ്മളൊരു കൈ എന്താ പറയണേ രക്ഷപ്പെടാൻ ഒരു കൈ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടുമ്പോൾ അവരുടെ ആ സ്നേഹത്തിന് ഭയങ്കര ആത്മാർത്ഥതയുണ്ടാവും. അതുണ്ടാവും. മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നായിരിക്കും അവരുടെ നമുക്ക് ഇവിടെയുള്ള ഒരു സുഹൃതം. ഇത് നമ്മുടെ ഇതുപോലെയുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഒരുപാട് സഹായിക്കും. ഓക്കെ സാർ, അപ്പോൾ ഞാൻ തുടക്കത്തിലേ ഞാൻ പറഞ്ഞായിരുന്നു കൈവച്ച സ്ഥലങ്ങളിലെല്ലാം തൻ്റേതായിട്ടുള്ളൊരു മുഖമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണെന്ന്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള യാത്രകളിലും എന്ത് ചെയ്താലും അറിയാം അതിൽ സാറിൻ്റേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു മുദ്ര പതിപ്പിക്കുന്നു. അങ്ങനെ പതിപ്പിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി സർവേശ്വരൻ എല്ലാ ഐശ്വര്യവും തരട്ടെ. താങ്ക് യു. ഞാനിത് ചെയ്യുന്ന ഒരു കാര്യം എനിക്കത് പ്രത്യേകിച്ച് ഞാനിതാവണം അങ്ങനെ എനിക്കെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇതുവരെ ഇപ്പം എന്ത് നടന്നാലും എന്ത് ഇതുണ്ടായാലും ഞാനൊരു സാക്ഷി ഒരു വിറ്റ്നസ്സായിട്ട് മാറി നിൽക്കുന്നത് മാത്രമല്ല എനിക്ക് ഞാനാണ് എന്ന് എനിക്കൊരു തോന്നലായിരിക്കും. എന്താണെന്ന് അറിയില്ല, എനിക്കിപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് വരുന്നത്. പക്ഷേ ഞാനിപ്പോൾ എപ്പോഴും കാണുന്നത് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ധ്യാനിക്കൽ എനിക്ക് സാധനം ഉറങ്ങുന്ന ഒരു 1 മണി 1:30 കിടക്കുന്നത്. അപ്പോൾ കിടക്കുന്നതിന് മുമ്പാണ് ഞാൻ യോഗ ചെയ്യുന്നത്. സാധനം യോഗ ചെയ്ത് രാവിലെ എണീക്കുമ്പം മെഡിറ്റേഷൻ നടത്തും. ഇതെല്ലാം കഴിഞ്ഞാൽ അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇത് ഇങ്ങനെ നടക്കുന്നുണ്ട്, ആൾക്കാരായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ ലിങ്ക് എപ്പോഴും ഞാൻ മുകളിലേക്കാണ് എൻ്റെ ഒരു ഇതിനകത്ത് എപ്പോഴും അടുത്ത ഒരു മരിച്ചു കഴിഞ്ഞാൽ ആ തലം കൂടെ ഉൾപ്പെട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ പ്രപഞ്ചത്തെ ഇവിടെ ഭൂമിയിലുള്ള ആൾക്കാർ കാണുന്ന ഈ വീടല്ല, ഈ നാടല്ല, ഇന്ത്യയല്ല, ഈ ഭൂമിയല്ല, ഗാലക്സി അല്ല, ദൃശ്യപ്രപഞ്ചം മുഴുവനും ഉൾപ്പെട്ടാണ് ഞാൻ എപ്പോഴും വിഷ്വലൈസ് ചെയ്യുന്നത്. ആ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു മതമോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഇതോ എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചൊന്നുമല്ല അത്. അടുത്ത സ്ഥലത്തേക്കുള്ള ഞാൻ അടുത്തതിനകത്തേക്ക് ആ ഒരു തലത്തിലേക്ക് ഞാനിപ്പോൾ ഇതായി കഴിഞ്ഞപ്പോൾ അടുത്ത നിമിഷമാണ് എൻ്റെ മരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ഇവിടെ കഴിഞ്ഞു, ഇനി അടുത്ത സ്ഥലത്ത്. പക്ഷെ ഞാൻ തന്നെ അത് ചെയ്യരുത് എന്ന് എനിക്കൊരു ഇതുണ്ട്. ഞാൻ തന്നെ അത് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ അതിനെന്ന് വെച്ചാൽ അവരൊരു മാങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞെട്ടി അത് പഴുക്കുന്നൊരു സമയമില്ലേ, പഴുത്ത് കഴിഞ്ഞ് വരുമ്പോഴാണ് അതിന് ശരിയായ ഒരു ഇത് ഉണ്ടാവുള്ളൂ. അതിന് മുമ്പ് പൊട്ടിച്ച് ഇതിട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ട് ഒരുപാട് അതിലെ ചനകളും മറ്റേ വേറെ ഒരുപാട് അതിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് ഇത് നഷ്ടപ്പെടും. അതിനകത്ത് ശരിയായ രീതി തന്നെ ഒരു സമയമുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ തീരുമാനിച്ചൊരു സമയം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പക്ഷേ ഇവരൊക്കെ നമ്മുടെയൊക്കെ ഏറ്റവും നല്ല സ്നേഹമുള്ള കുടുംബം, സ്നേഹമുള്ള നാട്ടുകാർ, എൻ്റെ കുടുംബം പോലെയുള്ള എൻ്റെ ജോലിക്കാർ, ഇതുപോലെ എല്ലാവരും ഇപ്പോൾ നമ്മളുമായിട്ട് വളരെ സ്നേഹത്തിൽ വലുതൊക്കെ ഇത് ചെയ്യുന്നത്. ഇപ്പം ഇവരൊക്കെ വിട്ടുപോകുന്ന ഒരു ഇത്. ഇപ്പം അന്ന് നമ്മളോട് പുസ്തകത്തിൽ ഇത് ചെയ്യാൻ പാടില്ല, മറ്റേ ഇതിനകത്ത് പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഇതിനകത്ത് വെച്ച് പുസ്തകം അത് നോവലാക്കി എഴുതിയത്. അപ്പോൾ ആ നോവലാക്കി എഴുതുമ്പം അതിനകത്ത് ആർക്കൊന്നും പറയാനില്ല, എൻ്റെ സങ്കല്പമാണ്, അതിനകത്തൊരു ഇതുമില്ല. അങ്ങനെയാണ് ഈ പ്രവാസികൾ ഒരുവൻ എന്ന നോവൽ 1980 ഞാൻ 81 ഞാൻ എഴുതുന്നത്. ഈ മരിച്ച അത് ഇത് ചെയ്തില്ല, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ എനിക്കൊരു ഇത് എന്താണ് സത്യം എന്ന് അറിയേണ്ടത്. ആര് പറയുന്നതാണ് സത്യം? ഇവർ പറയും ഞാനാണ് സത്യം, ഇവർ പറയും ഞാനാണ് സത്യം, ഇവർ പറയും ഞാനാണ് സത്യം. അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ടൊരു ഓപ്പൺ മൈൻഡോടെ ലോകത്ത് മുഴുവനും ഞാൻ കറങ്ങി നടന്നു. അങ്ങനെ അതിൽ നിന്ന് അന്ന് കിട്ടിയ ആ ഇൻഫർമേഷൻ വെച്ചിട്ട് മരിച്ച് കഴിഞ്ഞിട്ടുള്ള അപ്പോൾ അതിനകത്ത് ഏകദേശം ഒരു 10-20 പേജോളം മരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വരെയുള്ള കാര്യങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ് ആ നോവലിൽ.
ഒരാളെങ്ങനെ തല്ലി, അത് ശരിക്കും തന്നെയാണ് തല്ലിക്കൊന്ന് ഒരു പ്രണയി അതിനെ പ്രേമിച്ചത് ചെയ്ത് തല്ലിക്കൊന്ന് മരിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നതും തിരിച്ച് വരുന്നതും ആയിട്ടുള്ള ആ യാത്ര അതുവരെ പറ്റിയുള്ള 10-20 പേജോളം അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ശരിക്കും നോവലിൽ. അടിപൊളി. എന്തായാലും അപ്പോൾ അതെല്ലാം അനുഭവങ്ങൾ കൃത്യമായിട്ട് അത്രയും ഒരു ഇൻഫർമേഷൻ എനിക്ക് അത് ഞാനത് ഇവിടുത്തെ യോഗിമാർ, അവിടുത്തെ ഹിമാലയത്തിലെ യോഗിമാർ, മഹർഷിമാർ, എല്ലാ മതത്തിലുള്ള എല്ലാവരെയും പോയി ഞാനിതിൽ കണ്ടു. അവരിൽ നിന്ന് അഭിവൃദ്ധി ചെയ്തു. അവരെയൊക്കെ പലരെയും ഗുരുക്കന്മാരായിട്ട് സ്വീകരിച്ചു. അപ്പോൾ അവരിൽ നിന്നെല്ലാം കിട്ടിയ ഇൻഫർമേഷനാണ് എനിക്ക് എൻ്റെ ജീവിതത്തെ ആകെ തകിടം മറിച്ചെന്ന് രൂപീകരിച്ചത് ശരിക്കും പറഞ്ഞാൽ. കാരണം ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ ലെവിറ്റേറ്റ് ചെയ്ത് ഏകദേശം ഒരു 5 അടി 4 അടി 5 അടി മുകളിലിരുന്ന് ധ്യാനിക്കുന്നവർ, നിലം തൊടാതെ ധ്യാനിക്കുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവസാനം ഞാൻ എപ്പോഴും മരിക്കണമെന്ന് ചിന്തിച്ചിങ്ങനെ അത് ചെയ്തേക്കണേ ജ്ഞാനികളെന്ന് പറയുന്നത്, അത് മറ്റേ എൻലൈറ്റൻ്റ് ആൾക്കാർ, അതിനാണ് ശരിക്കും പറയുന്നത്. നമ്മുടെ മലയാളികൾ പ്രബുദ്ധരെന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രബുദ്ധരായ മലയാളികൾ എന്ന് പറയാറുണ്ട്. പ്രബുദ്ധത എന്നത് ദൈവത്തിന് മാത്രം അറിയാം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഈ പ്രബുദ്ധർ ആയിട്ടുള്ള ഇതിനകത്ത് മനുഷ്യർ പിന്നെ അവർ നിയന്ത്രിക്കുക, അവരുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന അവരുടെ പ്രജ്ഞയാണ്. അവർക്ക് രോഗമോ ഇതൊന്നും അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. അത്രമാത്രം ഇത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നത്. എന്നിട്ട് അവർ മരിക്കുന്ന സമയത്ത് അവർ തന്നെ തീരുമാനിക്കും ഞാൻ അടുത്തിലേക്ക് പോകണ്ടയോ എന്നുള്ളത്. അപ്പോൾ അവർ പലരും ഇങ്ങനെ പോയി തിരിച്ചു വരില്ല. പക്ഷേ ചിലർ തീരുമാനിക്കും ഇല്ലല്ല എനിക്കിനി വീണ്ടും കൂടുതൽ ഇവിടെ ആളുകളിലേക്ക് എനിക്ക് വീണ്ടും ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് തിരിച്ചു വരും. ദലൈലാമമാർ അതങ്ങനെയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് അവർ പോയിട്ട് തിരിച്ച് അവർ മരിക്കാൻ സമയത്ത് അവർ പറയും ഞാനിങ്ങനെ ഇന്ന സ്ഥലത്ത് ഇവിടെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് അവർ മരിക്കുക. അപ്പോൾ അതനുസരിച്ച് അന്നുള്ള ആളുകൾ ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ അത് ആ സമയത്തുള്ള കാലഘട്ടത്തിൽ പോയി അന്വേഷിച്ച് ആ കുഞ്ഞിനെ കണ്ടുപിടിക്കും. എന്നിട്ട് ആ കുഞ്ഞിനെ അടുത്ത ദലൈലാമ അല്ലെങ്കിൽ ബോധസത്വനായിട്ട് അവർ സ്വീകരിച്ച് കൊണ്ടുവരുന്നത്. യേശു അങ്ങനെ ഒരാളാണ്. യേശു മരിച്ച് 2 വർഷത്തിനുള്ളിൽ 2 വർഷത്തിനകം 3 ജ്ഞാനികൾ അന്വേഷിച്ച് വന്നു എന്ന് പറഞ്ഞില്ലേ? അതിലെല്ലാം പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എവിടെയോ പറഞ്ഞിട്ടാണ്. ശരി ശരി ശരി. കഥകൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. എന്തായാലും 4000-5000 വർഷം മുമ്പ് മുതൽ ഉള്ള ഹ്യൂമൻ ഹിസ്റ്ററി അത് നമ്മൾ എഴുതി വെച്ചതല്ല, അതല്ലാണ്ട് എൻ്റേതായിട്ടുള്ള രീതികൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതുപോലെ എബ്രാഹത്തിൻ്റെ കാലം മുതൽ ഇതുപോലെ മറ്റേ ഇതിൻ്റെ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കാലം മുതലുള്ള രീതിയിൽ ഞാൻ ഇവിടെ പോയി പുസ്തകത്തിൽ നോക്കിയാൽ അവിടെ അതാത് സ്ഥലങ്ങളിൽ പോയി നേരിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അടിപൊളി. എന്തായാലും അപ്പോൾ ഇതിന് പലതും പറയാൻ പറ്റാത്ത പാടില്ല. എന്തായാലും ഒരുപാട് സന്തോഷം സാർ. ഇതുപോലെ ഇരുന്നിട്ട് ഒരുപാട് അറിവുകളാണ് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വരുമ്പോൾ നമ്മുടെ മൂലൻ സൂപ്പർ മാർക്കറ്റിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് വിചാരിച്ച് നിന്നതാണ്. പക്ഷേ സാർ നേരത്തെ പറഞ്ഞ പോലെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഇതിൻ്റെ ഇടയിലാണ് മനുഷ്യർ നിൽക്കുന്നത്. പിന്നെ മനുഷ്യർക്ക് മറ്റുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ എന്ത് അവകാശമുണ്ടെന്ന് പറഞ്ഞ പോലെ സാറ് ചെയ്യുന്ന ഇത്രയും കാര്യത്തിൻ്റെ ഇടയിൽ ഒരു അംശമാണ് മൂലൻ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇനിയും ഇതുപോലെ ഇരിക്കാൻ പറ്റട്ടെ, കുറേ വിശേഷങ്ങൾ കേൾക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരിടുകയാണ്. താങ്ക് യു സാർ. താങ്ക് യു.